ഡച്ച് സേനയെ തോൽപ്പിച്ച നമ്മുടെ നാടിന്റെ വീരചരിത ശേഷിപ്പാണ് ഉദയഗിരി കോട്ട. കന്യാകുമാരിയിലേക്കുള്ള യാത്രയിൽ ഉദയഗിരി കോട്ട സഞ്ചാരികളെ ആകർഷിച്ചു നിൽക്കുന്നു. 96 ഏക്കർ വിസ്തൃതിയിലാണ് കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഡച്ച് നാവികസേനാ തലവനും പിന്നീട് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനുമായിരുന്ന ഡി ലനോയിയും ഭാര്യയും മകനും ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നൊരു പ്രത്യേകത കൂടി കോട്ടയ്ക്കുണ്ട്. അതുകൊണ്ടുതന്നെ ഡി ലനോയ് കോട്ട എന്നും ഉദയഗിരി കോട്ടയെ വിളിക്കുന്നു. പഴയ തിരുവിതാംകൂർ രാജ്യത്തിന്റെ ആദ്യ തലസ്ഥാനമായിരുന്ന പത്മനാഭപുരത്തിനടുത്താണ് ഉദയഗിരി കോട്ട. തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ തക്കല പട്ടണത്തിൽ നിന്ന് 2.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ കോട്ടയിലെത്താം. പുളിയൂർ കുറിച്ചി എന്നൊരു ചെറിയ ഗ്രാമത്തിൽ കനത്ത കരിങ്കൽ മതിലുകളാൽ വേർതിരിക്കപ്പെട്ട ഉദയഗിരി കോട്ടയുടെ ഉള്ളിലേക്ക് കടന്നാൽ കാഴ്ചകളേറെ. വലതുവശത്ത് കാണുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തന്നെ സ്ഥാപിച്ചതായി കരുതപ്പെടുന്ന ചെമ്പകദേവി അമ്മൻ അമ്പലമാണ്. കനത്ത കോട്ടമതിലിനു മുകളിലൂടെ സഞ്ചാരികൾക്ക് ആസ്വദിച്ച് നടക്കാം. മാൻപാർക്കും ശലഭോദ്യാനവും ഔഷധ സസ്യ മേഖലയും നടന്നു കാണാം. ഉദയഗിരി കോട്ടയുടെ ചരിത്രം ഇങ്ങനെയാണ്. വേണാട് രാജാവായിരുന്ന വീരരവിവർമ്മ 1600 കോട്ട മണ്ണുകൊണ്ട് നിർമ്മിക്കുന്നത്. 423 വർഷം പഴക്കമുണ്ട് കോട്ടയ്ക്ക്. കരിങ്കൽ കൊണ്ട് ഈ കോട്ട ബലപ്പെടുത്തുന്നത് മാർത്താണ്ഡവർമ്മയുടെ നിർദ്ദേശപ്രകാരം ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നാവിക കമാൻഡറും പിന്നീട് തിരുവിതാംകൂർ സേനയുടെ സൈനിക ഉപദേഷ്ടാവുമായിരുന്ന ഡി ലനോയാണ്. ടിപ്പു സുൽത്താനുമായുള്ള യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാരെ പാർപ്പിച്ചിരുന്നത് ഉദയഗിരി കോട്ടയിലായിരുന്നു. പീരങ്കിയുണ്ടകളും മറ്റായുധങ്ങളും നിർമ്മിക്കാനും ആയുധ പരിശീലനത്തിനും ഉദയഗിരി കോട്ടയെ ഡി ലനോയ് ഉപയോഗപ്പെടുത്തി. 1741 ഓഗസ്റ്റ് 7 ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മേധാവിത്വം തകർത്ത കുളച്ചൽ യുദ്ധത്തിലാണ് മാർത്താണ്ഡവർമ്മ ഡി ലനോയെ യുദ്ധത്തടവുകാരനായി പിടിക്കുന്നത്. 24 യൂറോപ്യന്മാരെ മാർത്താണ്ഡവർമ്മ തടവുകാരായി ഇവിടെ പാർപ്പിച്ചു. പിന്നീട് 2 പതിറ്റാണ്ട് ഡി ലനോയ് തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനായി സേവനമനുഷ്ഠിക്കുകയും സേനയെ നവീകരിക്കുകയും ചെയ്തു. യൂറോപ്യന്മാർക്കു വേണ്ടി കോട്ടയ്ക്കുള്ളിൽ ഒരു പള്ളി സ്ഥാപിച്ചിരുന്നു. അതിമനോഹരമായ ആ കെട്ടിടം ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു. മതിലുകൾ മാത്രമുള്ള പള്ളിക്കുള്ളിലാണ് ഡി ലനോയും ഭാര്യയും മകനും അന്തിയുറങ്ങുന്ന കുടീരങ്ങൾ. ഡച്ച് നാവികസേനയുടെ കൊടിയടയാളം കുടീരങ്ങളുടെ ഫലകത്തിൽ കൊത്തിവച്ചിട്ടുണ്ട്. പള്ളി നവീകരിച്ചിട്ടുണ്ടെങ്കിലും ഡച്ചുകാരുടെ പ്രതാപം തകർത്ത ആ സ്മാരകങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കുന്നില്ല എന്നത് പറയാതെ വയ്യ. കോട്ടയിൽ നടപ്പാതയൊഴികെയുള്ള സ്ഥലങ്ങളെല്ലാം ചെറിയൊരു കാടുപോലെയാണ്. വൻമരങ്ങളും വള്ളിപ്പടർപ്പുകളുമുള്ള ഈ പ്രദേശം ഭൂതപ്പാണ്ടി റേഞ്ചിലാണ്. വേളിമലയോട് ചേർന്ന ഭാഗത്ത് വന്യമൃഗങ്ങളുണ്ട്. വലിയ പുളിമരങ്ങൾക്ക് മുകളിലെ ഇരുമ്പ് മച്ചാനിൽ ആൾക്കാർക്ക് കയറാം. 2 കിലോമീറ്റർ അകലെയുള്ള പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് ഉദയഗിരി കോട്ടയിൽ നിന്ന് തുരങ്കമുണ്ട്. തുരങ്കമുഖം ഇപ്പോൾ കാടുമൂടിയ രീതിയിലാണ്. മഴ പെയ്ത് പച്ചപ്പ് നിറഞ്ഞൊരു കാട്ടിലൂടെ നടക്കുന്ന പ്രതീതിയാണ് തുരങ്കമുഖത്തേക്കുള്ള യാത്ര നൽകുന്നത്. എത്രയോ രഹസ്യയാത്രകൾക്ക് വേദിയായിരുന്ന ആ തുരങ്കം നവീകരിച്ചാൽ സഞ്ചാരികൾക്ക് ഒരു പുതുമയാകും. ഉദയഗിരി കോട്ട അഥവാ ഡി ലനോയ് കോട്ട തിരുവിതാംകൂറിന്റെ പ്രതാപകാലത്തെ അനുസ്മരിപ്പിച്ച് തകരാതെ നിൽക്കുന്നു. ഡച്ച് നാവികത്തലവൻ തിരുവിതാംകൂറിന്റെ വലിയ കപ്പിത്താനായി മാറിയ ചരിത്രം ആ കൽമതിലുകളേക്കാൾ കരുത്തോടെ സഞ്ചാരികൾക്ക് മുന്നിലേക്കെത്തും ഉദയഗിരി കോട്ടയിലെത്തുമ്പോൾ.